ടർബോ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയും വേഫർ ഫിലിംസിനെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ പ്രസ് മീറ്റിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെയും ഈ പ്രസ് മീറ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കുറച്ച് സമയം, കുറെ നല്ല ചോദ്യങ്ങൾ, നമുക്ക് ആരംഭിക്കാം. ാണ് അഭിനയിക്കുന്നത്. ഞാൻ 4 സിനിമ നമുക്ക് വെച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിന് പകരമായി എനിക്ക് 40 സിനിമ അഭിനയിക്കാൻ തരാമെന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും വളരെ നല്ല രസകരമായ അനുഭവമായിരുന്നു. വൈശാഖ്, മിഥുൻ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിടെ വരവ് അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ വേഷം ചെയ്യാൻ പറ്റിയ ഒരു അഭിമാനമായിട്ട് തോന്നുന്നു. ജോസിന്റെ വരവ് അറിയിക്കുന്ന കഥാപാത്രമാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. പടമല്ല എനിക്ക് തോന്നുന്നു കാണുക ഒരു വലിയ വിജയമാക്കി തരിക. സൃഷ്ടിച്ചു കണ്ടില്ല. സോ മമ്മൂക്കയുടെ കൂടെ ഓപ്പോസിറ്റ് അത് പെർഫോം ചെയ്ത് കാണിക്കുക നിങ്ങളുടെ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ കൊമേഴ്ഷ്യലി ആയിട്ടുള്ള ഒരു വില്ലനായിട്ട്? ഈ ജോണിച്ചാന്റെ കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് കുഴപ്പമില്ല തോന്നുന്നു. എന്റെ കഥാപാത്രം പറഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലുള്ള ത്രില്ല് പോകും. അത് പറയാൻ നമുക്കവിടെ വരവ് അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഈ കടകൾ, പെരുന്നാൾ കടകൾ വാടക ടർബോയില് എങ്ങനെയായിരിക്കും? ഇതാണ് കഥ. നമുക്ക് എപ്പോഴും മമ്മൂക്കയുടെ സൗകര്യത്തിനല്ല, സിനിമയുടെ സൗകര്യത്തിനാണ് തന്നിട്ടുള്ളത്. അത് അതിന് പിന്നിലെ കാര്യം എന്താ? നേരത്തെ പറഞ്ഞാണ് ലവ്, സിനിമയോടുള്ള ലവ്, പാഷൻ. എനിക്ക് സിനിമ അല്ലാതെ ഒരു വഴിയും വേറെ ഞാൻ കാണുന്നില്ല. ഈ സിനിമ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തില്ല. എൻ്റെ ശ്വാസം നിന്ന് പോകും. താങ്ക് യു. നമുക്ക് ആ ഡയലോഗ്, ആ ട്രെയിലറിൽ പറഞ്ഞ ആ ഡയലോഗ്, ലാസ്റ്റ് ഡയലോഗ് അല്ല മമ്മൂക്ക ഒന്ന് പറയാം പ്ലീസ്. അല്ല മമ്മൂക്ക ആ ഡയലോഗ് ഒരു കാര്യമുണ്ട്. എനിക്ക് വേണ്ടി ഒരു പടം വരച്ച ഒരു കുട്ടി, അത് നമുക്ക് ഈ ഡയലോഗ് എന്തായാലും പറയണം കേട്ടോ. നമുക്ക് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ നമുക്ക് വിളിക്കാം. ആ ഡയലോഗ് ഒന്ന് പറയണം. അല്ല നമുക്ക് ആ ഡയലോഗ് പറയുമ്പോൾ നമുക്ക് പടത്തിലേ പറയുള്ളൂ. എനിക്കറിയാം. നമുക്ക് വീണ് കഴിഞ്ഞു. ഞാൻ വീഴുവാണ്. എന്നോട് 10-15 പേരും കൂടെ മമ്മൂക്ക ഞങ്ങൾ സിനിമയ്ക്ക് വേണം, ഞങ്ങൾ 10-15 പേരുമായിട്ട് സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? പൊളിക്കണ്ട നമുക്ക്. വീഴരുത് ഒരിക്കലുമില്ല. മുന്നിലിരുന്ന് 10-15 പേരൂടെ പോകും. ഒരുത്തനും വീടിരുന്ന് എല്ലാവരും നല്ല എനർജി ആയിട്ട് പുഷായിട്ടിരിക്കും. എനിക്ക് ഒരു കുട്ടിക്ക് ഒരു ചെറിയ പരിപാടി. ജോർജേട്ടാ പിള്ളേരുടെ വേണ്ട, എടുത്തു പോകും. താങ്ക് യു. നമുക്ക് സെൽഫി അത് മറന്നു.